എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 വീഡിയോയിൽ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യം, അതായത് ഒരു വെർബിന് 5 രൂപങ്ങളുണ്ട്, പിന്നെ ഡൂൺ ഡസും എങ്ങനെ കൃത്യമായി ഉപയോഗിക്കണം, ഒരു വെർബിനെ എങ്ങനെയാണ് സിംഗിളറാക്കേണ്ടത്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. അപ്പം അതുവഴി ആ ബേസിക് സ്ട്രക്ചർ നമുക്കറിയാമെന്നുള്ളതുകൊണ്ട് ഒരുപാട് സെൻറ്റൻസുകൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് കഴിയും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആം ഈസ് ആർ. ഇതിൻ്റെ അർത്ഥം എന്താണ്? ആകുന്നു എന്നാണ് ആം ഈസ് ആർ അതിൻ്റെ അർത്ഥം. അതേസമയം വാസം വേറുവാണെങ്കിലോ ആയിരുന്നു എന്ന് വരും. അതോടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് ആം ഈസ് ആർ ഇത് ഉപയോഗിച്ച് എങ്ങനെ സെൻറ്റൻസുകൾ ഉണ്ടാക്കാം, അതിനെന്താണ് അതിൻ്റെ നിയമങ്ങൾ എന്നുള്ള കാര്യങ്ങൾ പഠിക്കാം. വളരെ സിമ്പിളാണ്. സബ്ജക്റ്റിനനുസരിച്ച് ഈ ആം ഈസും ആറും മാറി മാറി വരും. അതാണ് ഒരു പ്രശ്നം. അതൊന്ന് മനസ്സിലാക്കിയാൽ പിന്നെ ഒന്നുമില്ല. ഓക്കെ, ലെറ്റ് us സ്റ്റാർട്ട്. ആം ഈസ് ആർ. ഐ വരികയാണെങ്കിൽ ആം ആം ഉപയോഗിക്കണം. ആ സെൻറ്റൻസുകൾ നമ്മൾ ഒരുപാട് കേട്ട് പഴയുക അല്ലേ? ഐ ആം എ സ്റ്റുഡൻറ്റ്, ഐ ആം എ ടീച്ചർ, ഐ ആം വെരി സ്മാർട്ട്. ഇങ്ങനെ എന്തുമാത്രം സെൻറ്റൻസുകൾ നമുക്ക് ഐ ആം ഉപയോഗിച്ച് പറയാം. അങ്ങനെയുള്ള സെൻറ്റൻസുകൾ പറഞ്ഞ് ശരിക്കുക. അപ്പോൾ ഐ വന്നു കഴിഞ്ഞാൽ ആം ഉപയോഗിക്കുക. ഇനി ആം ഈസ് ആർ എന്ന് പറയുമ്പോഴത്തേക്ക് ആളുകളെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു സാധനത്തെക്കുറിച്ച് അതിൻ്റെ അവസ്ഥയെക്കുറിച്ചൊന്ന് വിവരിക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഐ ആം എ സ്റ്റുഡൻറ്റ്, ഞാനൊരു കുട്ടി ആകുന്നു, എൻ്റെ ഒരു അവസ്ഥയാണ് അല്ലേ? ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഹി, ഷീ, ഇറ്റ് ഇത് വരികയാണെങ്കിൽ ഈസ് ഉപയോഗിക്കുക. കാരണം എന്താണ്? അതെല്ലാം സിംഗിളാണ്, ഒരാളേ ഉള്ളൂ. ഹി, ഷീ, ഇറ്റ്. അപ്പം ഈസ് വരും. ഇനി ഈ കാണുന്ന സാധനങ്ങളെല്ലാം നമുക്ക് അവിടെയും പ്രയോഗിക്കാൻ പറ്റും. ഹി ഈസ് സ്മാർട്ട്, ഹി ഈസ് ഹാർഡ് വർക്കിംഗ്, ഹി ഈസ് ഹാപ്പി. ഇത് ഷീ ആണെങ്കിലോ ഷീ ഈസ് ടയർഡ്, ഷീ ഈസ് സാഡ്, ഷീ ഈസ് ബ്യൂട്ടിഫുൾ. ഹി വരികയാണെങ്കിൽ ഹി ഈസ് ഹാൻസം എന്ന് പ്രയോഗിക്കും. ദെൻ ഹി ഈസ് ആൻ എഞ്ചിനീയർ. എ ഒ വരുന്നുകൊണ്ടാണ് ഇവിടെ ആൻ വരുന്നത്. ഹി ഈസ് ആൻ എഞ്ചിനീയർ. ദെൻ ഷീ ഈസ് എ ടീച്ചർ അല്ലേ? ഇപ്പം എന്തെല്ലാം സെൻറ്റൻസുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അഡ്ജക്റ്റീവ് ആണോ നൗണാണോ എന്നൊന്നും നിങ്ങൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. അതൊന്നും ആലോചിക്കാതെ ആ വരുന്ന ഫ്ലോയിൽ പറഞ്ഞ് ശീലിക്കുക. അതാണ് അത്യാവശ്യം. കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റി കഴിഞ്ഞാൽ അവിടെ വരുന്ന മറ്റ് മിസ്റ്റേക്കുകൾക്കൊന്നും ഒരു പ്രസക്തിയും. ഇനി യു, വി, ദേ അതെല്ലാം ഒന്നിൽ കൂടുതലുണ്ട്. അപ്പം പ്ലൂറലാണ്, ബഹുവചനമാണ് അല്ലേ? അങ്ങനെ വരുന്ന അവസരത്തിൽ ആർ ഉപയോഗിക്കുക. അപ്പം എന്താണ്? ഐ ആണെങ്കിൽ ആം, ഹി, ഷീ, ഇറ്റ് ആണെങ്കിൽ ഈസ്. ഒന്നും കാണാൻ പഠിക്കണ്ട. യു, വി, ദേ ആണെങ്കിൽ ആർ ഉപയോഗിക്കുക. ഇനി ഇത് ഉപയോഗിച്ചതെല്ലാം പ്രയോഗിച്ച് നോക്കൂ. യു ആർ സ്മാർട്ട്, വി ആർ ഹാപ്പി, ദേ ആർ ഹാർഡ് വർക്കിംഗ്, ദേ ആർ ടയർഡ്. ഇങ്ങനെ ഇതിനെ തിരിച്ചു മറിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി ആ ഒരു സെൻറ്റൻസ് അല്ലാതെ അതിൻ്റെ കൂടെ ഒന്നിൽ കൂടുതൽ സെൻറ്റൻസുകൾ കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ പ്രാക്ടിക്കലായി ഇതെന്ത് ചെയ്യാം എന്നുള്ളതാണ് അടുത്തത്. ഐ ആം വെരി ഹാപ്പി അബൌട്ട് യുവർ പ്രൊമോഷൻ. നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടിയത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. സോ ഐ കെയിം ഹിയർ ടു മീറ്റ് യു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണാൻ വന്നത്. കെയിം ഇതാണ് വ്യത്യാസം വന്നത്. കം എന്ന് വെച്ച് കഴിഞ്ഞാൽ വരിക, അതിൻ്റെ പാസ്റ്റ് കഴിഞ്ഞു പോയത് പറഞ്ഞെങ്കിൽ കെയിം വന്നു. സോ ഐ കെയിം ഹിയർ ടു മീറ്റ് യു. പാസ്റ്റ് സെൻറ്റൻസ് മനസ്സിലായാലും ഒന്നുകൂടെ കണക്ട് ചെയ്ത് വലുതാക്കി. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്ന വെർബുകളെല്ലാം നമ്മുടെ പ്രസൻറ്റിലെ പ്ലൂറൽ ഫോം ആയിരിക്കും. അതായത് സാധാരണ വെർബുകളായിരിക്കും. അതിനെയാണ് നമ്മൾ സാധാരണ V1 എന്ന് പറയുന്നത്. അതിൻ്റെ പാസ്റ്റ് കഴിഞ്ഞു പോയതാണെങ്കിൽ അതായത് കം V1, കെയിം ആണെങ്കിൽ V2, പിന്നെ വരുന്ന പാസ്റ്റ് പാർട്ടിസിപ്പിളിനെ V3 എന്ന് സാധാരണ സൂചിപ്പിക്കുക. അപ്പോൾ 2 കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? വെർബിൻ്റെ പ്ലൂറൽ ഫോം അതായത് സാധാരണ വെർബ് ഉപയോഗിക്കണം. ഇതാണ് 99% കേസുകൾ. അല്പ കേസുകളിൽ മാത്രം ING ഫോം വരും. അത് കുറച്ചേ ഉള്ളൂ. അത് കാണാൻ പഠിക്കുകയും നിവർത്തിയുള്ളൂ. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ 2 കഴിഞ്ഞാൽ
നമ്മൾ എന്ത് ചെയ്യണം? സാധാരണ വെർബം ഉപയോഗിക്കുക, ബി കൊണ്ട് ഉപയോഗിക്കുക. നെക്സ്റ്റ്, ദേ ആർ വെരി ഹംഗ്രി ആൻഡ് വാണ്ട് സംതിങ് ടു ഈറ്റ്. അപ്പോൾ ദേ കഴിഞ്ഞുകൊണ്ട് ആർ. ദേ ആർ വെരി ഹംഗ്രി ആൻഡ് വാണ്ട് സംതിങ് ടു ഈറ്റ്. ഇല്ലേ? അവർക്ക് ഭയങ്കര വിശപ്പുണ്ട്, തിന്നാൻ എന്തെങ്കിലും വേണം. ഒരു ചോദ്യം കൂടെ വേണമെങ്കിൽ നമുക്ക് എൻ്റെ അടുത്ത് ചോദിക്കാം. ഈസ് ദർ എനിത്തിങ് ടു ഈറ്റ്? അവിടെ കഴിക്കാനായി എന്തെങ്കിലും ഉണ്ടോ? ഹീ ഈസ് റെഡി ടു മീറ്റ് യു ടുമോറോ. അവൻ നാളെ നിങ്ങളെ കാണാൻ റെഡിയാണ്. ഹീ ഈസ് റെഡി ടു മീറ്റ് യു ടുമോറോ. നാളെ നിങ്ങളെ കാണാൻ റെഡിയാണ്. പിന്നെ വേറെ സെൻസ്, വി ആർ നോട്ട് ഇൻ എ പൊസിഷൻ ടു ബൈ എ കാർ. നമ്മൾ കാർ വാങ്ങിക്കാനുള്ള ഒരു സ്ഥിതിയിൽ അല്ല. വി ആർ നോട്ട് ഇൻ എ സിറ്റുവേഷൻ ടു ബൈ എ കാർ. നമ്മൾ കാർ വാങ്ങിക്കാനുള്ള ഒരു സിറ്റുവേഷനിലല്ല. അപ്പോൾ ഈ നമ്മളെന്ത് തോന്നുന്നു, ഈ വെർബിൻ്റെ അടുത്തൊരു നാട്ട് ചേർക്കുകയാണെങ്കിൽ ഇല്ല എന്നുള്ള അർത്ഥം കൂടെ വരും. ഇനി ആ സെൻറ്റൻസ് തന്നെ ഈ ടു ഗോ ദെയർ ഉപയോഗിച്ചൊന്ന് മാറ്റം. വി ആർ നോട്ട് ഇൻ എ പൊസിഷൻ ടു ഗോ ദെയർ. നമ്മൾ അവിടെ പോകാനുള്ള ഒരു പൊസിഷനിലല്ല, ഒരു സിറ്റുവേഷനിലല്ല. പോകാൻ വണ്ടിയില്ല എന്നാവാം, അല്ലെങ്കിൽ അവിടെ പോകാൻ നമുക്ക് ഇഷ്ടമില്ല എന്നാവാം. എന്തായാലും അവിടെ പോകാനുള്ള ഒരു കണ്ടീഷനിലല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ആ ഐ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈസ്, ഹീ ഷീ ഇറ്റ്. പ്ലൂറലാണെങ്കിൽ ആർ. എല്ലാത്തിൻ്റെ അർത്ഥം ആകുന്നു എന്നാണ്. നമ്മളെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെക്കുറിച്ച് വിശദീകരിക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പം നടക്കുന്നത്, അതായത് പ്രസൻറ്റ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു വയ്ക്കുക. ഇത് ഉപയോഗിച്ച് ഒരുപാട് സെൻറ്റൻസുകൾ പറയുക, പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. നമ്മളെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ധൈര്യമായി പറയുക, നിങ്ങളോട് തന്നെ പറയുക. താമസിയാതെ ആ വാക്കുകളെല്ലാം തന്നെ മറ്റുള്ള മുന്നിലും നിങ്ങൾക്ക് പറയാനായിട്ടുള്ള ധൈര്യം വരും. ഓക്കെ, ദിസ് ഈസ് ശ്രീകുമാർ സൈനിങ് ഓഫ്. Until meet again with another interesting simple video. Okay, if you like this, please subscribe my channel and support me. Okay, thank you.